ചേട്ടൻ ഈ അധര വ്യായാമം നടത്തുന്നത് നല്ലതുപോലെ വായിക്കുകയും കാര്യങ്ങൾ നേരിട്ട് കാണുകയും ചെയ്യുന്ന ഒരു ജനത്തോടാണ് എന്ന് മറക്കരുത്. ഒന്ന് ഗീതാ ഗോപി ദുർബലയാണെന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു സാമൂഹ്യ വിഭാഗമാണ് പട്ടികജാതി എന്ന് ബഹുമാന്യനായ ജനപ്രതിനിധി, മുമ്പ് ജനപ്രതിനിധിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ടുള്ള മാന്യദേഹം മനസ്സിലാക്കണം. ഡബിൾ പ്രിവിലേജ് ആണ്. അവർക്ക് അവരുടെ കാര്യം മാത്രമല്ല, അവര് നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടവളാണ്. എവിടെ കയറി ചെല്ലാൻ അവര് ഈ അടുക്കള വഴക്കുണ്ടാക്കുന്ന നാട്ടിലെ സംഭവം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഒരു ലൈറ്റ് ഇടാൻ വേണ്ടി ആരുടെ പിന്നാലെ പോയി ബ്ലോക്ക് പഞ്ചായത്ത് പണമടയ്ക്കുന്ന സംഭവം കേരളത്തിൽ ആദ്യത്തേതാണ്. ഇവിടെ പണമടയ്ക്കാന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരമാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഗ്രാമപഞ്ചായത്തിന്റെ 27 ചുമതലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതലയിൽ തർക്കം വന്നപ്പോ മറ്റേ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്താണ് അതിന് പണം അടയ്ക്കുന്നത്. കോംപ്രമൈസ്. ആ കോംപ്രമൈസ് നിയമത്തിന് മുന്നിൽ നിൽക്കില്ല. അതുപോട്ടെ, അത് ബൾബും ലൈറ്റും ഒക്കെ ആയിട്ട്. ഇവിടെ പ്രശ്നം അതല്ല. ഒരു പട്ടികജാതി കുടുംബത്തിൽ പോലീസ് കയറി അതിക്രമം കാണിച്ചു ഗേർബെഡ് കനാലിൽ. അവിടെ 27 ദിവസത്തോളം സമരം നടന്നു. ഞങ്ങളുടെ ജനപ്രതിയാണ് അവര് ഞങ്ങളെ വന്ന് ആശ്വസിപ്പിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഉറപ്പാക്കി നീതി ലഭിക്കാത്ത പോലീസിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ള അവര് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് കൈയിട്ടടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം, നിയമസഭയ്ക്കകത്ത് ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നിയമസഭാ സാമാജികർക്ക് ആ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു അവബോധം കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ നയസമീപനങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെന്റിനാവും. പക്ഷേ പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള ജനപ്രതിനിധികളെ എത്രയും ചുമക്കുന്ന LDF ആണ്. ഇപ്പോഴും 12 പേരെ അതിനകത്തിരിക്കുന്നു. ഒരുത്തനും സ്വാതന്ത്ര്യം കൊടുത്തില്ല. പൊളിറ്റിക്കൽ വിപ്പ് എന്നാണ് പേര്. ആരെയാണ് കണ്ണുരുട്ടി കാണിച്ചത്? ഞാൻ ആത്മാഭിമാനത്തോടു കൂടി പറയും, ഞാൻ പ്രതിദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഹിന്ദു പോളിലെ ജാതികളുടെ പേര് പറഞ്ഞ് നിയമസഭയ്ക്കകത്ത് വർത്തമാനം പറയാനാണ് ഞാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ വ്യക്തിപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങൾ എങ്ങനെ ആക്കി കൊണ്ടെടുക്കാൻ പഠിപ്പിച്ചത്, കുളിക്കാൻ പഠിപ്പിച്ചത്, തേച്ചു കുളിക്കാൻ പഠിപ്പിച്ചതെന്ന്. മഹാത്മാ അയ്യങ്കാളി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അത് ശങ്കരനാമ്പൂരിപ്പാട് കാണാതെ പോയ നേതാവ്. ആ അയ്യങ്കാളിയാണ് ഞങ്ങൾക്ക് അക്ഷരം പറഞ്ഞു തരാൻ കൈതമുക്കിലെ ഗോവിന്ദപിള്ളയെ പല്ലക്കിലേറ്റി കൊണ്ടുവന്ന് 6 രൂപ സർക്കാർ അന്ന് സ്കൂൾ അധ്യാപന ശമ്പളം കൊടുക്കുമ്പോ 9 രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത കാശ് കൊടുത്ത് ഞങ്ങളെ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. അതറിയാതെ റഷ്യയുടെ കാര്യം ചൂണ്ടിക്കാണിച്ച് സഖാക്കളെ ഇനിയും വർത്തമാനം പറയരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം ഞങ്ങൾ വരും എല്ലാം ശരിയാകും എന്നാണ്. EMS മുതൽ അച്യുതാനന്ദം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇനി നിങ്ങൾ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?